നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ രാമായണം പാരായണം ചെയ്യുന്ന മാസമാണ്. രാമായണം പാരായണം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പലക ഹനുമാൻ സ്വാമിക്ക് വേണ്ടി ഇടാറുണ്ട്. രാമനാമം എവിടെ കേട്ടാലും ഹനുമാൻ സ്വാമി അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ ചൊല്ലുന്ന എല്ലാ നാമങ്ങൾക്കും നമുക്ക് വളരെയധികം ഫലം ലഭിക്കും. കർക്കിടക മാസത്തിൽ ശ്രീരാമജയം എഴുതുന്നവരുണ്ട്. ശ്രീരാമജയം എഴുതുന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സമയത്തും നമുക്ക് ശ്രീരാമജയം എഴുതാവുന്നതാണ്. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല ശ്രീരാമജയം എഴുതുന്നതിന്. നമ്മുടെ ഏതൊരു ആഗ്രഹവും സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ശ്രീരാമജയം എഴുതാവുന്നതാണ്. ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവർക്ക് അവർക്കൊരു പീസ് ഓഫ് മൈൻഡ് ലഭിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഭയമുള്ളവർക്ക് ആ ഭയമൊക്കെ മാറുന്നതിന് വേണ്ടിയും ശ്രീരാമജയം എഴുതാവുന്നതാണ്. ശ്രീരാമജയം എഴുതി ഒരുപാട് പേർക്കാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഈ അടുത്തിടെ ഒരു മെമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മകൻ എക്സാമിന് പോയ സമയം മുഴുവൻ ശ്രീരാമജയം എഴുതുകയായിരുന്നു, റിസൾട്ട് വന്നപ്പോൾ വളരെ നല്ല മാർക്സ് ആണ് ലഭിച്ചത് എന്ന്. അതുപോലെ മക്കൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴും അമ്മമാർക്ക് ആ ഒരു സമയത്ത് ശ്രീരാമജയം എഴുതുന്നത് ആ കുട്ടികൾക്ക് ജയം ഉണ്ടാകുന്നതിന് വളരെയധികം സാധിക്കും. ശ്രീരാമജയം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ശ്രീരാമചന്ദ്രൻ വിജയിച്ചു എന്നുള്ളതാണ്. ഇത് ആദ്യമായി പറഞ്ഞത് ഹനുമാൻ സ്വാമിയാണ്, സീതാദേവിയോടാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ശ്രീരാമജയത്തെ കുറിച്ചല്ല പറയുന്നത്. ഇന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചാണ്. ശ്രീരാമജയം എന്ന് നമ്മൾ എഴുതുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ ഈ ഒരു സ്വിച്ച് വേർഡ് നമുക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ തന്നെ എഴുതാവുന്നതാണ്. പീരിയഡ്സ് ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് കുളിച്ചിട്ട് വന്ന് എഴുതാവുന്നതാണ്. കുലവാലായ്മയുള്ളവർക്കും എഴുതാവുന്നതാണ്. നോൺ വെജ് കഴിച്ചിട്ടും എഴുതാവുന്നതാണ്. കാരണം ഇതൊരു സ്വിച്ച് വേർഡ് ആണ്. ആഞ്ജനേയ സ്വാമിയുടെ സ്വിച്ച് വേർഡ് തന്നെയാണെങ്കിലും നമ്മൾ ഇവിടെ ഒരു ഏഞ്ചൽ നമ്പർ കൂടി എഴുതും. ആ ഏഞ്ചൽ നമ്പർ എന്തിനാണ് എഴുതുന്നത്, ആ ഏഞ്ചൽ നമ്പർ എഴുതുന്നത് വഴി എന്താണ് ബെനിഫിറ്റ് എന്നും ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് എഴുതേണ്ട സ്വിച്ച് വേർഡ് എന്ന് നോക്കാം. നമ്മൾ ഒരുപാട് സ്വിച്ച് വേർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡിവൈൻ മാജിക് ബിഗിൻ നൗ, ഇത് വളരെ വളരെ ഒരുപാട് പേർക്ക് റിസൾട്ട് നൽകിയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് ആണ്. നമുക്ക് ഏതൊരു സമയത്തും ഒന്നുകിൽ എഴുതാം, അല്ലെങ്കിൽ മനസ്സിൽ പറയാം, അല്ലെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യാം. സ്വിച്ച് വേർഡ്സ് ഒക്കെ തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടുന്നതായിട്ട് നമ്മൾ ഇമാജിൻ കൂടി ചെയ്യുമ്പോഴാണ് ഇതൊക്കെ വർക്ക് ആകുന്നത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏതൊരു സ്വിച്ച് വേർഡ് എഴുതുകയാണെങ്കിലും പറയുകയാണെങ്കിലും നമ്മുടെ മനസ്സിന് കൂടി ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ട് സ്വിച്ച് വേർഡ് പറയും, എഴുതും, എന്നിട്ട് മനസ്സിനുള്ളിൽ ഇതൊന്നും നടക്കില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഒന്നും നടക്കില്ല. എന്നാൽ ഇതെന്തായാലും ആഞ്ജനേയ സ്വാമി നമുക്ക് സാധിച്ചു നൽകും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിത് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഇനി സ്വിച്ച് വേർഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബജ്റംഗ് മാജിക് ബിഗിൻ നൗ. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് ആണ് ഡിവൈൻ മാജിക് ബിഗിൻ നൗ എന്നുള്ളത്. ആഞ്ജനേയ ഭക്തരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അവിടെ ബജ്റംഗ് മാജിക് ബിഗിൻ നൗ എന്നാണ് എഴുതേണ്ടത്. ഇത് എഴുതിയതിനു ശേഷം നമ്മളൊരു ഏഞ്ചൽ നമ്പർ കൂടി എഴുതണം. ഇപ്പോൾ പലർക്കും സംശയമാകും, ഇതിനായിട്ട് പ്രത്യേകമായിട്ടൊരു ബുക്ക് വേണോ എന്നൊക്കെ തന്നെ. നിങ്ങൾ ഓൾറെഡി സ്വിച്ച് വേർഡ്സോ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സോ ഒക്കെ എഴുതുന്നവരാണെങ്കിൽ ആ ഒരു ബുക്കിന്റെ ഒരു സൈഡിൽ നിന്നും ഇത് എഴുതി തുടങ്ങാവുന്നതാണ്. എത്ര തവണ ഒരു ദിവസം എഴുതണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എത്ര തവണ എഴുതാൻ സാധിക്കും അത്രയും തവണ മാത്രം എഴുതിയാൽ മതി. ഒരു 2 മിനിറ്റ് ഡെയിലി എഴുതിയാൽ മതി. കൗണ്ടിങ് ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. ആഞ്ജനേയ സ്വാമിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക. എന്താണോ നമുക്ക് സാധിച്ചു കിട്ടേണ്ടത് അത് ആഞ്ജനേയ സ്വാമി സാധിച്ചു തന്നു എന്ന് നമ്മൾ വിചാരിക്കുക. ബജ്റംഗ് മാജിക് ബിഗിൻ നൗ എന്ന് എഴുതുക. ആഞ്ജനേയ സ്വാമിയുടെ ആ ഒരു പവർ കൊണ്ട് നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടി എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും സാധിക്കും. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഏതൊരു കാര്യം സാധിച്ചു കിട്ടുന്നതിനും നമ്മൾ
നമ്മുടെ സൈഡിൽ നിന്നും എന്താണോ പ്രയത്നിക്കേണ്ടത് അത് ചെയ്യുക തന്നെ വേണം. അല്ലാതെ നമുക്കിപ്പോൾ വലിയ കടമാണ്, കുറച്ച് പൈസ കടമടയ്ക്കാൻ വേണം എന്ന് പറഞ്ഞ് ഇത് മാത്രം എഴുതിയാൽ നമുക്ക് കടമടയ്ക്കാൻ സാധിക്കില്ല. അതിനനുസരിച്ച് നമ്മൾ ജോലി കൂടി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമുക്ക് അതിനുള്ള ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ലഭിക്കും. അപ്പൊ അതിനാണ് ആദ്യം പറഞ്ഞത് വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന്. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല നമ്മളിവിടെ എഴുതുന്നത്, ഒരു ഏഞ്ചൽ നമ്പർ കൂടി എഴുതണം. അപ്പോൾ ആദ്യത്തെ ലൈനിൽ നമ്മൾ ബജ്റംഗ് മാജിക് ബിഗിൻ നൗ എന്ന് എഴുതുക. രണ്ടാമത്തെ ലൈനിൽ 519748 ഇതാണ് എഴുതുന്നത്. എന്താണ് ഈ 519748? ഓരോ ഏഞ്ചൽ നമ്പേഴ്സിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് ആൻഡ് മാനിഫെസ്റ്റേഷൻ കോഡാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇതിനർത്ഥം എന്ന് പറയുന്നത് എവ്രിതിങ് ഈസ് പോസിബിൾ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താണോ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ബജ്റംഗ് മാജിക് ബിഗിൻ നൗ എന്ന് എഴുതുന്നത്, ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഈ ഏഞ്ചൽ നമ്പർ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ബജ്റംഗ് മാജിക് ബിഗിൻ നൗ എന്ന് എഴുതി രണ്ടാമത്തെ ലൈനിൽ ഈ ഒരു ഏഞ്ചൽ നമ്പർ കൂടി എഴുതണം. അത് മറക്കാതിരിക്കുക. വീണ്ടും പറയുകയാണ് കൗണ്ടിങ് ഇല്ല എന്ന്. കാരണം കമന്റിൽ എത്ര തവണ എഴുതണം എന്ന് പലരും ചോദിക്കും. ഒരു പേജ് എഴുതണോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. മിനിമം ഒരു 2 മിനിറ്റ് എഴുതിയാൽ മതി. അവിടെ നിങ്ങൾ ആ 2 മിനിറ്റ് കൊണ്ട് എത്ര തവണ എഴുതാൻ സാധിക്കും അത്രയും തവണ എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതാൻ പാടില്ല. ആഞ്ജനേയ സ്വാമിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കാര്യം ഭഗവാൻ സാധിച്ചു തന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് എഴുതിയാൽ മാത്രം മതി. മറ്റ് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിൽ കയ്യും കാലും മുഖവും കഴുകി വന്ന് ചെയ്യാവുന്നതാണ്. പീരിയഡ്സ് ടൈമിൽ ഇരിക്കുന്നവർക്ക് രാവിലെ കുളിച്ചിട്ട് വന്ന ഉടൻ തന്നെ ചെയ്യാവുന്നതാണ്. ഇത് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഒരു സ്വിച്ച് വേർഡ് ആണ്. എന്നിരുന്നാലും ബജ്റംഗ് എന്ന് പറയുന്നത് നമ്മൾ ആഞ്ജനേയ സ്വാമിയുടെ ഒരു നാമമാണ്. അതിനർത്ഥം എന്ന് പറയുന്നത്, ബജ്റംഗ് എന്ന് പറയുന്നതിന്റെ അർത്ഥം വജ്രത്തിന്റെ പോലെ തന്നെ, ഡയമണ്ടിന്റെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ശരീരമുള്ളത് ആരോ എന്നാണ് അർത്ഥം. അങ്ങനെ ശരീരമുള്ളത് ആരാണ്? ഹനുമാൻ സ്വാമി തന്നെയാണ്. അപ്പോൾ അതാണ് ബജ്റംഗിന്റെ അർത്ഥം ഇവിടെ. അതുകൊണ്ടാണ് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണവും. അപ്പോൾ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ടാണ് ആഞ്ജനേയ സ്വാമിയുടെ ഈ ഒരു സ്വിച്ച് വേർഡ് പറഞ്ഞത്. കർക്കിടക മാസത്തിൽ മാത്രമേ ഇത് എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ എന്ന് കണ്ടാലും നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതാവുന്നതാണ്. ഇപ്പോൾ അത് എഴുതി നമുക്ക് ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും അടുത്ത സംശയം. ആ ബുക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. കുറെ കഴിഞ്ഞ് ബുക്കൊക്കെ പഴകി കഴിയുമ്പോൾ നമുക്കത് കത്തിച്ചു കളയാവുന്നതാണ്. അല്ലാതെ ആരും ചവിട്ടുന്നിടത്തോ അല്ലെങ്കിൽ പഴയ ബുക്ക് നമ്മൾ തൂക്കി കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ കൊടുക്കാതിരിക്കുക. കാരണം അതൊക്കെ പിന്നീട് ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് കവറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു എന്ന് വരാം. പക്ഷെ ചിലപ്പോൾ അതൊക്കെ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ വേസ്റ്റിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും ചവിട്ടാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് ഇതുപോലെയുള്ള ബുക്കുകളൊക്കെ ഒന്ന് പഴകി കഴിയുമ്പോൾ കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടുകയോ ചെയ്യാം. വെള്ളത്തിലാകുമ്പോൾ അതങ്ങ് കുതിർന്ന് പൊയ്ക്കൊള്ളും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണം ഇതുപോലെ നമ്മൾ എഴുതുന്ന ബുക്സ് ഒക്കെ തന്നെ ചെയ്യേണ്ടത്. പിന്നെ ശ്രീരാമജയമൊക്കെ എഴുതുന്നത് നമുക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും സമർപ്പിക്കാൻ സാധിക്കില്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. അവിടെ മാത്രമേ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.